കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു 4 PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റ്. സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ബഹ്റിൻ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ്. നമസ്കാരം. ഇന്ന് 2025 ഫെബ്രുവരി 4 ചൊവ്വാഴ്ച. 4 PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഈജിപ്ത് വിദേശകാര്യമന്ത്രി ഡോക്ടർ ബദർ അബ്ദുല്ലാത്തി ബഹ്റിൻ സന്ദർശിച്ചു. വിദേശകാര്യമന്ത്രിയായതിനു ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ബഹ്റിൻ സന്ദർശനമാണിത്. ബഹ്റിൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനി, ബഹ്റിനിലെ ഈജിപ്ത് അംബാസഡർ റിഹാം ഖലീൽ, വിദേശകാര്യാലയത്തിലെ ഉദ്യോഗസ്ഥർ എന്നിവർ ബഹ്റിൻ റോയൽ എയർപോർട്ടിൽ അദ്ദേഹത്തിന് ഊഷ്മള സ്വീകരണം നൽകി. ശേഷം അൽ സഫരിയ കൊട്ടാരത്തിൽ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയും ഗുദൈബിയ കൊട്ടാരത്തിൽ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയും സ്വീകരണം നൽകി. പ്രാദേശിക അന്തർദേശീയ സംഭവങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു. വ്യവസായ മന്ത്രാലയം, വിദേശകാര്യ മന്ത്രാലയം, ധനകാര്യ മന്ത്രാലയം, ചേംബർ ഓഫ് കൊമേഴ്സ് എന്നിവിടങ്ങളിലും ഡോക്ടർ ബദർ അബ്ദുല്ലാത്തി സന്ദർശനം നടത്തി. ബഹ്റിനിൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ഗർഭിണികൾക്കും പ്രസവാവധിയിലുള്ള അമ്മമാർക്കും തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാനുള്ള നിയമനിർമ്മാണത്തിന് നിർദ്ദേശവുമായി ബഹ്റിൻ പാർലമെന്റ് MPമാർ. ഗർഭധാരണ സമയത്തും പ്രസവാനന്തരവും ലീവിന് പോകുന്ന സ്ത്രീകളെ അന്യായമായി പിരിച്ചുവിടുന്നതിൽ നിന്ന് സംരക്ഷിക്കുക എന്നതാണ് പുതിയ നിയമനിർദ്ദേശത്തിൻ്റെ ലക്ഷ്യം. MP ഹനാൻ ഫർദാൻ്റെ നേതൃത്വത്തിലുള്ള MPമാരാണ് നിർദ്ദേശം മുന്നോട്ട് വച്ചത്. 2012 ആർട്ടിക്കിൾ 33 പ്രകാരം സ്വകാര്യ മേഖലയിൽ ഗർഭകാലത്തും പ്രസവാവധി സമയത്തും വനിതാ ജീവനക്കാരെ പിരിച്ചുവിടുന്ന തൊഴിലുടമകളുടെ നടപടികളെ വിലക്കാനാണ് നിയമനിർമ്മാണം കൊണ്ട് ശ്രമിക്കുന്നത്. നിർദ്ദേശം തുടർ നടപടികൾക്കായി സർവീസസ് കമ്മിറ്റിക്ക് കൈമാറിയിട്ടുണ്ട്. ബഹ്റിൻ OICCയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണം സംഘടിപ്പിച്ചു. സീറോ മലബാർ സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ വച്ച് നടന്ന പരിപാടിയിൽ OICC ആക്ടിംഗ് പ്രസിഡന്റ് ബോബി പാറയിൽ അധ്യക്ഷത വഹിച്ചു. OICC ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. OICC ട്രഷറർ ലത്തീഫ് ആയംചേരി, ജനറൽ സെക്രട്ടറി സയ്യിദ് MS, വൈസ് പ്രസിഡന്റുമാരായ ജവാദ് വക്കം, നസീം തൊടിയൂർ, സെക്രട്ടറി നെൽസൺ വർഗീസ്, OICC നേതാക്കളായ PT ജോസഫ്, റംഷാദ് ഐലക്കാട്, സൽമാനുൽ ഫാരിസ്, അലക്സ് മഠത്തിൽ, ചന്ദ്രൻ വളയം എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. OICC നേതാക്കളായ കുഞ്ഞു മുഹമ്മദ്, അനിൽകുമാർ കൊടുവള്ളി, ബെന്നി പാലയൂർ, ജെയ്സൺ മഞ്ഞലി, ജെയ്സൺ ഡേവിഡ് എന്നിവർ നേതൃത്വം നൽകി. കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം വനിതാ വിങ്ങിൻ്റെ നേതൃത്വത്തിൽ ചിൽഡ്രൻസ് വിങ് രൂപീകരിച്ചു. സംയുക്ത എസ് കുമാർ പ്രസിഡന്റ്, അൽ നൂർ ഇന്റർനാഷണൽ സ്കൂൾ, മിത്ര റോഷൻ ജനറൽ സെക്രട്ടറി, അൽ നൂർ ഇന്റർനാഷണൽ സ്കൂൾ, അവനിക് PM, ദി ഇന്ത്യൻ സ്കൂൾ, അർവിന്ദ് രന്തീഷ് ജോയിന്റ് സെക്രട്ടറി, അമേരിക്കൻ സ്കൂൾ, നന്ദിത ആർ കമനീഷ് പ്രോഗ്രാം കോർഡിനേറ്റർ, ദി ഏഷ്യൻ സ്കൂൾ എന്നിവരെയാണ് ഭാരവാഹികളായി തെരഞ്ഞെടുത്തത്. ലേഡീസ് വിംഗ് കൺവീനർ സജ്ന ഷനൂബിൻ്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ KPF പ്രസിഡന്റ് സുധീർ തിരുനെല്ലത്ത്, ജനറൽ സെക്രട്ടറി അരുൺ പ്രകാശ്, ട്രഷറർ സുജിത് സോമൻ, വൈസ് പ്രസിഡന്റ് ഷാജി പുതുക്കുടി, രക്ഷാധികാരികളായ KT സലീം, ജമാൽ കുറ്റിക്കാട്ടിൽ, UK ബാലൻ, ഫ്രാൻസിസ് കൈതാരത്ത് എന്നിവർ ആശംസകൾ നേർന്നു. ചടങ്ങിൽ ടോസ് മാസ്റ്റർ മുഹമ്മദ് സലീം, നദാലിയ നായർ, സുഫ്ര, ശ്യാം ഗുപ്ത എന്നിവർ മോട്ടിവേഷൻ ക്ലാസ് നൽകി. ചിൽഡ്രൻസ് വിംഗ് കൺവീനർ രമ സന്തോഷ് നന്ദി രേഖപ്പെടുത്തി. ബഹ്റൈനിലെ വടകരക്കാരുടെ കൂട്ടായ്മയായ വടകര സഹൃദയവേദി നവവത്സരം 2025 എന്ന പേരിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. മനാമ ഗാർഡനിൽ നടന്ന സംഗമത്തിൽ 300ഓളം അംഗങ്ങളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു. സ്ത്രീകളുടെയും കുട്ടികളുടെയും കലാകായിക മത്സരങ്ങൾ ഇതോടൊപ്പം നടന്നു. സംഘടനയുടെ പ്രസിഡന്റ് R പവിത്രൻ, സെക്രട്ടറി ശശിധരൻ, മറ്റ് എക്സിക്യൂട്ടീവ് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ, കൺവീനർ ശ്രീജിത്ത് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. കലാ സാംസ്കാരിക പരിപാടികൾക്കൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഈ വർഷം നടത്താൻ ചടങ്ങിൽ തീരുമാനിച്ചു. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ.
ലുലു മണി, സ്നേഹപൂർവ്വം. കൊല്ലം പ്രവാസി അസോസിയേഷൻ സൽമാനിയ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ടൂബ്ലിയിലുള്ള അൽ മക്കിന ലേബർ ക്യാമ്പിൽ വെച്ച് 76ാമത് ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം വിപുലമായി ആഘോഷിച്ചു. KPA സൽമാനിയ ഏരിയ പ്രസിഡന്റ് ജയകുമാറിന്റെ അധ്യക്ഷതയിൽ ആരംഭിച്ച ആഘോഷ പരിപാടി KPA വൈസ് പ്രസിഡന്റ് കോയിവിള കുഞ്ഞുമുഹമ്മദ് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി ജിബി ജോൺ വർഗീസ് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ KPA ജനറൽ സെക്രട്ടറി പ്രശാന്ത് പ്രഭുദൻ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. ഏരിയ കോർഡിനേറ്റർ റെജിമോൻ ബേബിക്കുട്ടി, ഏരിയ വൈസ് പ്രസിഡന്റ് ടിറ്റോ ജോൺസൺ എന്നിവർ ആശംസകളും ഏരിയ ട്രഷറർ സന്തോഷ് കുമാർ നന്ദിയും അറിയിച്ചു. തുടർന്ന് ലേബർ ക്യാമ്പിലെ അംഗങ്ങൾക്ക് മധുരവും ഭക്ഷണപ്പൊതിയും വിതരണം ചെയ്തു. ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന തണലാണ് കുടുംബം ക്യാമ്പയിൻ ആരംഭിച്ചു. ഫ്രണ്ട്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സയ്യിദ് റമദാൻ നദ്വി വിഷയാവതരണം നടത്തി. ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ പ്രസിഡന്റ് ഹംസ മേപ്പാടി, ജനറൽ സെക്രട്ടറി നൂറുദ്ദീൻ ഷാഫി, അൽ മന്നായി പ്രോഗ്രാം സെക്രട്ടറി സാദിഖ് ബിൻ യഹ്യ, അൽ ഫുർഖാൻ സെൻറ്റർ ജനറൽ സെക്രട്ടറി സുഹേൽ മെലഡി, മഹല്ല അസോസിയേഷൻ ഓഫ് തൃശ്ശൂർ ജനറൽ സെക്രട്ടറി അലി കാച്ചേരി, മൈത്രി അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സക്കീർ ഹുസൈൻ എന്നിവർ സംസാരിച്ചു. ഫ്രണ്ട്സ് അസോസിയേഷൻ പ്രസിഡന്റ് സുബൈർ MM അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ക്യാമ്പയിൻ ജനറൽ കൺവീനർ ജമാൽ നദ്വി സ്വാഗതവും കൺവീനർ ജാസിസ് PP നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ ക്യാമ്പയിൻ ലോഗോയും പോസ്റ്ററും വിവിധ സംഘടനാ ഭാരവാഹികൾ ഒരുമിച്ച് പ്രകാശനം ചെയ്തു. ബഹ്റിൻ പ്രതിഭയുടെ ഫുട്ബോൾ ടീമുകളായ 40 വയസ്സിന് മുകളിലുള്ളവർ, സെമി പ്രൊഫഷണൽ എന്നീ വിഭാഗങ്ങൾക്കുള്ള പുതിയ ജേഴ്സി പുറത്തിറക്കി. ഗമ്മീസ് പ്രദേശത്തുള്ള ജുവൻറ്റസ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡ് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് RS സനൽകുമാർ ജേഴ്സി പ്രകാശനം ചെയ്തു. ചടങ്ങിൽ പ്രതിഭ കായികവേദി കൺവീനർ ഷിജു EK സ്വാഗതം പറഞ്ഞു. പ്രതിഭ കേന്ദ്ര കമ്മിറ്റി അംഗം ഗിരീഷ് ശാന്തകുമാരി മോഹനൻ അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി കമ്മിറ്റി അംഗം മഹേഷ് യോഗിദാസൻ ആശംസ നേർന്നു. പ്രതിഭ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ബിബിൻ നന്ദി രേഖപ്പെടുത്തി. പ്രതിഭ ജനറൽ സെക്രട്ടറി മിജോഷ് മൊറായ, വൈസ് പ്രസിഡന്റ് നൌഷാദ് പൂനൂർ, രക്ഷാധികാരി സമിതി അംഗം രാജേഷ് ആറ്റടപ്പ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ബിനു കരുണാകരൻ, നിരൺ സുബ്രഹ്മണ്യൻ, റാഫി കല്ലിങ്കൽ, കായികവേദി അംഗങ്ങൾ, ടീം അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. IYCC ബഹ്റിൻ സ്പോർട്സ് വിങ്ങിൻ്റെ ആഭിമുഖ്യത്തിൽ ഹൂറ അൽത്തീൽ മൈതാനത്ത് വെച്ച് നടന്ന കേരള കപ്പ് പ്രൊഫഷണൽ ഫുട്ബോൾ ടൂർണമെൻറ്റ് ബഹ്റിൻ പാർലമെൻറ്റ് അംഗം മുഹമ്മദ് ഹുസൈൻ അൽ ജനാഹി MP ഉദ്ഘാടനം ചെയ്തു. IYCC ബഹ്റിൻ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ് അധ്യക്ഷത വഹിച്ചു. ബഹ്റിനിലെ 8 പ്രമുഖ ഫുട്ബോൾ ടീമുകൾ അണിനിരുന്ന പ്രൊഫഷണൽ ഫുട്ബോൾ ടൂർണമെൻറ്റാണ് കേരള ഫുട്ബോൾ അസോസിയേഷനുമായി സഹകരിച്ച് 2 ദിവസങ്ങളിലായി സംഘടിപ്പിച്ചത്. സാമൂഹ്യ പ്രവർത്തകരായ സയ്യിദ് ഗനീഫ, മജീദ് തണൽ, MCMA പ്രസിഡന്റ് സലാം മമ്പാട്ടുമൂല തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ദേശീയ ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി സ്വാഗതവും ട്രഷറർ ബെൻസി ഗനിയുഡ് നന്ദിയും പറഞ്ഞു.